ഡെയിലി 6 ഫ്രീ ആണോ? 6 കുറച്ചു മുമ്പ് ഫ്രീ ആയിരുന്നു. ഒരു 5-6 പെണ്ണുങ്ങളെ ഉള്ളായിരുന്നു അവിടെ കുളിക്കാൻ. ഇപ്പൊ ഫ്രീ ആയി കാണും. ഞാൻ അവിടെ നിൽക്കുമ്പോ അത്രയും പേരെ ഉള്ളായിരുന്നു. ചേട്ടൻ ഇത് ഏത് 6ന്റെ കാര്യമാണ് പറയണത്? ഞാൻ കിള്ളിപ്പാലത്ത് കരമനയാറില്ലേ, അവിടെ പോയിട്ട് നോക്കിയിട്ടൊക്കെ വന്നിരിക്കുകയാണല്ലേ? അതിനെ കുറിച്ചിട്ടല്ല ചേട്ടാ പറഞ്ഞത്. ഡേറ്റ് അടുത്ത മാസം 6-ാം തീയതി. 6-ാം തീയതി ചേട്ടൻ ഫ്രീ ആണോ? ഫുള്ളായിട്ട് പറഞ്ഞില്ല, 6 ഫ്രീ ആണോന്ന്. അത് എന്റെ മിസ്റ്റേക്ക്, എന്നോട് ക്ഷമിക്കും. ഓക്കെ, ക്ഷമിക്കും. 6-ാം തീയതി ഫ്രീ ആണെങ്കിൽ എന്റെ ഒരു അകന്ന ബന്ധുവിന്റെ ഒരു കല്യാണം ഉണ്ട് ചേട്ടാ. അപ്പൊ ചേട്ടൻ എന്റെ കൂടെ വരാണെങ്കിൽ എനിക്കൊരു കൂട്ടാകുമല്ലോ. ഞാൻ വരത്തില്ല. എനിക്ക് ഈ കല്യാണത്തിനോടൊന്നും വലിയ വിശ്വാസമില്ല. അതെന്താ അങ്ങനെ ചേട്ടാ? പിന്നെ എന്തിലാ ചേട്ടന് വിശ്വാസം? ലിവിങ് ടുഗദർ. ലിവിങ് ടുഗദറാ? ലിവിങ് ടുഗദർ. ചേട്ടൻ ആള് കൊള്ളാലോ, കാണുന്ന മാതിരി ഒന്നല്ല. അല്ല, ഈ കല്യാണവും ലിവിങ് ടുഗദറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പറഞ്ഞുതരാം. കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റേഷൻ കടയിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് സാധനം വാങ്ങിക്കുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നത്? ആ റേഷൻ കാർഡിന് നമുക്ക് അനുവദിക്കുന്നത് മാത്രമേ അവർ പതിച്ചു തരത്തുള്ളൂ. അത് മാത്രമേ നമുക്ക് മേടിക്കാൻ പറ്റത്തുള്ളൂ. അതെ. ലിവിങ് ടുഗദറിനെ സംബന്ധിച്ചോളം അതൊരു സൂപ്പർ മാർക്കറ്റാണ്. അവിടെ ചെന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഇഷ്ടമുള്ള സാധനം എടുത്തിട്ട് നമ്മൾ കാശ് കൊടുക്കുന്നു, പോകുന്നു. ഇഷ്ടമില്ലെങ്കിൽ ആ സാധനം തിരിച്ചു കൊടുത്തിട്ട് കാശ് മേടിച്ചോണ്ട് നമ്മൾ തിരിച്ചു വീട്ടിൽ പോകുന്നു. ചേട്ടാ, സിമ്പിൾ മെത്തേഡ്. അത്ര ശരിയുള്ള പരിപാടിയല്ല കേട്ടോ. ആര് പറഞ്ഞു? കല്യാണം എന്നൊക്കെ പറഞ്ഞ എന്താ ചേട്ടാ? അതൊരു പവിത്രമായ ബന്ധമാണ്. ഒരാണും പെണ്ണും എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ വന്ന താലിയൊക്കെ കിട്ടി ഭയങ്കര പവിത്രമായ ഒരു റിലേഷൻഷിപ്പിലേക്ക് ചെല്ലുന്ന ഒരു ബന്ധമാണ് കല്യാണം. അതറിയണമെങ്കിൽ ചേട്ടൻ ഒരു കാര്യം ചെയ്യും, എന്റെ കൂടെ ഇപ്പൊ ഒരു കല്യാണം നടക്കുന്നത്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. പക്ഷെ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. കല്യാണത്തിന്റെ ഇടയിലേ കല്യാണ പെണ്ണിന്റെ അല്ല ചെക്കന്റെ കാമുകയോ അങ്ങനെ ആരോ കേറി വരുന്നുണ്ട്, ഇടയ്ക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതിനാണ് സ്കോപ്പ് കൂടുതൽ, അതാണ് നല്ലത്. അല്ല, നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം എന്താ അവിടെ നടക്കുന്നതെന്ന് അറിയാലോ. എന്തായാലും നമുക്ക് അവിടെ പോയി നോക്കാം എന്താ അവിടെ നടക്കുന്നതെന്ന് അറിയാലോ. ഒത്താൽ എനിക്കൊരു പെണ്ണിനെയും കൂടെ ഒന്ന് നോക്കാം. അതിന്റെ കൂടെ ഒരു കുറവുണ്ട് ഏട്ടാ. അതെ. ഹലോ, എന്റെ രാവൻ കൊച്ചേട്ടാ, എനിക്കറിയാം ചേട്ടൻ കല്യാണത്തിന് വരാൻ വേണ്ടി ഇന്നല്ലേ. ചേട്ടനുണ്ടായ ബുദ്ധിമുട്ട് എനിക്കറിയാം. ചേട്ടന്റെ പ്രാർത്ഥന അനുഗ്രഹം മാത്രം മതി അവൾക്ക്. കല്യാണത്തിന് ചേട്ടാ പിന്നെ അറിയാം, സംഭാവന കൂമ്പാരമായല്ലേ പരിപാടി ഗംഭീരമാവൂ. അത് ചേട്ടന്റെ അക്കൗണ്ടിലോട്ട് കിട്ടാ മതി. പ്രേംകുമാറാ, അദ്ദേഹത്തിനെ കല്യാണം വിളിച്ചില്ലല്ലോ. എടാ മരുമോനെ, നീയാ വാടാ. അമ്മമാരെ ഊശിയാക്കണ വർത്താനം പറയരുത്. ഞാൻ എപ്പോഴാണ് നിന്നെ ഊശിയാക്കിയത്? ഇന്ന് ഇവിടെ എന്താ സംഭവം? അയ്യോ, അവനൊന്നും അറിഞ്ഞൂടാ. എടാ, ഇന്ന് എന്റെ 2ാമത്തെ മോളെ കല്യാണം. നീ അല്ലേ മുമ്പ് നടത്താനുള്ളത്? 2ാമത്തെ മോളെ കല്യാണം? മൂത്ത മരുമോനായി എനിക്ക് തരാനുള്ള സ്ത്രീധന തുക തന്നിട്ട് മതി 2ാമത്തെ മോളെ കല്യാണം. എന്റെ മൂത്ത മോളെ ഞാൻ നിന്റെ കയ്യിലോട്ട് പിടിച്ചു തരുമ്പോ എന്താടാ പറഞ്ഞത്? എടാ മോനെ മരുമോനെ, നിന്റെ കൈ നന്നായിട്ട് വിറയ്ക്കുന്നുണ്ട്. നീ ഓഡിറ്റോറിയത്തിന്റെ പുറകിലോട്ട് വാ, നിനക്ക് 2 ഒഴിച്ചു തരാം. അത് കഴിഞ്ഞിട്ടാ. നീ കൂച്ചാലും ശരി ഇല്ലേലും ശരി ഷെയർ തന്നിട്ടേ പോവൂ. നിനക്കുള്ള സ്ത്രീധനത്തിന്റെ ബാക്കി പൈസ ഞാൻ തരാം. നീ എനിക്കൊരു 10 മാസത്തെ സമയം താ. 10 മാസം കഴിഞ്ഞ് നിങ്ങൾ സ്വർണ്ണം എന്തൊരു പ്രസവിച്ചു തരൂ. അതല്ലേ ഇവ ഒന്നിനും സമ്മതിക്കില്ല. എടാ, എന്റെ കൊച്ചിന്റെ കല്യാണം ഞാൻ നടത്തട്ട്. നീ എന്താണ് എന്റെ മക്കാളി? അയ്യോ മോളെ, നന്നായി വരും. ചേട്ടൻ അനുഗ്രഹം. വല്യേട്ടാ പോടി. ഉടക്കല്ലടാ, കല്യാണം അല്ലടാ. ഇവന്റെ കാര്യം. കുഞ്ഞാറ്റേ, അയ്യോടേ, ആ പൊടിക്കുഞ്ഞിന് വെച്ച പാലിന്റെ കാര്യം ചോദിക്കാനായിരുന്നു. ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എനിക്കൊന്നും കേക്കണ്ടെന്ന് പറഞ്ഞില്ലേ? വേണ്ട, അവൻ എന്റെ ചെറുക്കനാ. ഇന്ന് കല്യാണം കഴിക്കാൻ പോകുന്ന ആ പെണ്ണിന്റെ അടുത്ത് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. അവനെ ഇറക്കിക്കൊണ്ടുവരും, ഞങ്ങൾ കല്യാണം കഴിക്കും. എനിക്കൊന്നും കേക്കണ്ടെന്ന് പറഞ്ഞില്ലേ? വെച്ച നീ ഫോൺ. ഒരു പെണ്ണിന്റെ ഹൃദയത്തെ മനസ്സിലാക്കാൻ മറ്റൊരു പെണ്ണിന്റെ ഹൃദയത്തിനെ സാധിക്കൂ. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം കുട്ടി ക്ഷമയോടെ ഒന്ന് കേൾക്കണം. മോളെ, നിന്റെ സ്വർണ്ണമൊക്കെ സൂക്ഷിച്ചോളോടി. നിന്റെ വല്യണ്ണ അവിടെ ചുമ്മാ നടന്ന് കറങ്ങണുണ്ട് കേട്ടാ. അച്ഛൻ പേടിക്കണ്ട, ഞാൻ സൂക്ഷിച്ചോളാം. ഒരു പെണ്ണിന്റെ ഹൃദയത്തെ മനസ്സിലാക്കാൻ മറ്റൊരു പെണ്ണിന്റെ ഹൃദയത്തിനെ സാധിക്കൂ. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം കുട്ടി ക്ഷമയോടെ ഒന്ന് കേൾക്കണം. മക്കളാ, നീ തലയിൽ പൂ വെച്ചിട്ട് മിച്ചം ഉണ്ടാടി. അവിടെ വെച്ചിട്ടുണ്ട്, ചേച്ചിനെ കൊടുത്തിട്ടുണ്ട്, എടുത്തു കൊടുക്കാട്ടാ. ശരി. ഇനി കേട്ടോ, ഒരു പെണ്ണിന്റെ ഹൃദയത്തെ മനസ്സിലാക്കാൻ മറ്റൊരു പെണ്ണിന്റെ ഹൃദയത്തിനെ സാധിക്കൂ. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം കുട്ടി ക്ഷമയോടെ ഒന്ന് കേൾക്കണം. മോളെ, തെക്കേല വല്യമ്മ അനുഗ്രഹം തരാൻ വേണ്ടിയിരിക്കണം. മക്കളൊന്ന് വന്നിട്ട് പോ. അയ്യോ അച്ഛ, ഇപ്പൊ വരാ അച്ഛ, കുറച്ചുകൂടെ ഒന്ന് റെഡി ആവാനുണ്ട്. ഇപ്പൊ വരാമേ. ശരി പെട്ടെന്നോ. എന്തായിരുന്നു പറഞ്ഞത്? തേങ്ങ അത് അടുക്കളപ്പുറത്തുണ്ട്.
ആർക്കും ഒന്നും പറയാനില്ലല്ലോ അത് ഇങ്ങോട്ട് വയ്ക്കേ പെണ്ണെ. ഒരു പെണ്ണിന്റെ ഹൃദയത്തെ മനസ്സിലാക്കാൻ മറ്റൊരു പെണ്ണിന്റെ ഹൃദയത്തിനെ സാധിക്കൂ. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം കുട്ടി ക്ഷമയോടെ നീ വന്നേരം എന്തായാലും ഞാൻ ഓർത്ത് നീ വരത്തില്ലായിരിക്കും കാണാൻ കേട്ടോ വരുന്നേ. എന്താ ഒരു പെണ്ണിന്റെ ഹൃദയത്തെ മനസ്സിലാക്കാൻ മറ്റൊരു പെണ്ണിന്റെ ഹൃദയത്തിനെ സാധിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം കുട്ടി ക്ഷമയോടെ ഒന്ന് കേൾക്കണം. ഇന്ന് നീ കല്യാണം കഴിക്കാൻ പോകുന്ന അഖിലും ഞാനും കഴിഞ്ഞ 12 വർഷമായി ഞാൻ അവനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. കുട്ടി കരയൊന്നും വേണ്ട, ഞാൻ പറഞ്ഞത് ക്ഷമയോടെ ഒന്ന് കേട്ടിരുന്നാ മതി. കരഞ്ഞത് അതുകൊണ്ടല്ല, ആരാന്നാ പറഞ്ഞേ? ഞാൻ മരക്കൊമ്പിൽ പിങ്കി. മരക്കൊമ്പിൽ മങ്കിയല്ലേ? എന്റെ പേരാ പിങ്കി. പിങ്കിക്ക് ഇപ്പൊ എന്തോ വേണം? നിങ്ങളുടെ കല്യാണം നിശ്ചയിച്ച അന്ന് തൊട്ട് എന്റെ മുറിക്കുള്ളിൽ വിതുമ്പല. അതേ മീന്റെ പുറത്തൊക്കെ സവള സാധനല്ലേ? അത് ചെതുമ്പല്, ഇത് വിതുമ്പല്. എന്റെ നെഞ്ചത്തെ ചവിട്ടിട്ട് നീ ആ കല്യാണ മണ്ഡപത്തിൽ കേറത്തുള്ളൂ. അന്ന് കല്യാണ മണ്ഡപത്തിന് പടിയില്ലേ? ചെടിപ്പെന്നെ, ഇന്ന് നീ കല്യാണം കഴിക്കാൻ പോകുന്ന അഖിലും ഞാനും കഴിഞ്ഞ 12 വർഷമായി പേരില് ചൊറിഞ്ഞോണ്ടിരിക്കുവായിരുന്നോ? മോളെ എപ്പോ ഒന്ന് ഫുഡ് കഴിച്ചിട്ടേ പോവുള്ളൂ കേട്ടോ. പഴയ ഒരു കണക്ക് തീർക്കാനുണ്ടേ. സ്നേഹമുള്ള വീട്ടിൽ. അതെ ഭയങ്കര സ്നേഹം. പറഞ്ഞോ ബാക്കി പറഞ്ഞോ. അങ്ങനെ അഖിലാണ് എന്റെ ജീവിതം മുഴുവൻ മാറ്റിമറിച്ചത്. ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോ ഞാൻ നന്നായി തെറി പറയുമായിരുന്നു. അല്ല, ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. ആ സ്വഭാവം അക്കിയാ മാറ്റിയത്. സ്വഭാവം നക്കി മാറ്റിയോ? നക്കിയല്ല, അക്കിയാ മാറ്റിയെടുത്തേന്ന്. എന്റെ അച്ഛൻ പോലീസായിരുന്നു. അപ്പൊ തെറി എവിടുന്ന് പഠിച്ചെന്ന് മനസ്സിലായി. പിന്നെ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഞങ്ങള് കണ്ണും നോക്കി കൊറേ നേരം ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ 1ാം ക്ലാസ് അങ്ങ് തോറ്റ്. അതെ, ഒരു കാര്യം പറയട്ടെ, പഠിക്കുന്ന സമയത്ത് കണ്ണും നോക്കിയിരുന്നാ മാത്രം പോരാ, ഇടയ്ക്കൊക്കെ പുസ്തകത്തിലും കൂടെ ഒന്ന് നോക്കാം. പിന്നെ ഞങ്ങൾ ഒരു 1ാം ക്ലാസ്സിൽ തന്നെ പഠിച്ചോണ്ടിരുന്നപ്പോഴേ ഞാൻ ഓടി ആ കഞ്ഞിപ്പരയെ വീണ്. അന്ന് അവിടെ ഓണാഘോഷമായിരുന്നു. അയ്യോ, നിങ്ങളൊക്കെ അവിടെ കഞ്ഞിപ്പുര തെന്നി വീണാലാണോ ഓണാഘോഷം? ഞങ്ങളൊക്കെ അവിടെ മാവേലി വരുമ്പോഴാണ് ഓണാഘോഷം. അതല്ല, ഞാൻ തെന്നി വീണെന്ന് അവിടെ ഓണാഘോഷം നടക്കുമായിരുന്നെന്ന്. ഓടി വന്ന് കഞ്ഞിപ്പുര കോരിയെടുത്ത്. എന്നിട്ട് ഞങ്ങൾ കണ്ണും നോക്കി കൊറേ നേരം അവിടെ അങ്ങ് നിന്ന്. പണ്ടുള്ളവര് പറയുന്നത് എത്ര ശരിയാ, കണ്ണിന് മൂക്കുമില്ല ചെവിയില്ല ഒന്നുമില്ലാന്ന്. അങ്ങനെ അവിടെ തുടങ്ങിയ ഞങ്ങളുടെ പ്രണയം. 2ൽ പോയപ്പോ ആദ്യ സമ്മാനമായിട്ട് അവൻ എനിക്കൊരു കിക്കാറ്റ് തന്നു. 2ന് മുമ്പ് കിക്കറ്റല്ലേ ബക്കറ്റല്ലേ തരേണ്ടത്? ഒരു പെണ്ണിന്റെ ഹൃദയത്തെ മനസ്സിലാക്കാൻ മറ്റൊരു പെണ്ണിന്റെ പറയുന്നില്ല. മക്കളെ ഒരുങ്ങി തീർന്നായിരുന്നാ? നിന്റെ മൂത്താണ് ഒരു സാധനം തന്നെ എത്തി കൊടുത്തിട്ട് ഇപ്പൊ വരാം കേട്ടാ. പറഞ്ഞോ. പണ്ടൊക്കെ ഞാൻ നന്നായി പാട്ട് പാടുമായിരുന്നു. ഒരു 4ാം ക്ലാസ് കഴിഞ്ഞപ്പോ എന്റെ അച്ഛൻ ഞങ്ങൾ ഉപേക്ഷിച്ചു പോയി. അപ്പൊ അത്രയ്ക്ക് നല്ല സൂപ്പർ പാട്ടായിരുന്നു. അയ്യോ അങ്ങനല്ല, അച്ഛൻ പോയതിനു ശേഷം പാട്ടും അഖിലേ ഉണ്ടായിരുന്നുള്ളൂ. പാട്ടും തകിലുമല്ലേ? ഓ, പാട്ടും എന്റെ അഖിലും എനിക്ക് കുറച്ച് സമാധാനത്തിനുണ്ടായിരുന്നുള്ളൂ. പിന്നെ അവനെ ഞങ്ങള് 10ാം ക്ലാസ്സിൽ പോയപ്പം 10ാം ക്ലാസ്സിൽ പോയിക്കൊണ്ടിരുന്നപ്പം 10ാം ക്ലാസ്സിലല്ലേ? 10ാം ക്ലാസ്സിൽ പഠിച്ചോണ്ടിരുന്ന സമയത്ത് അവന്റെ ടീച്ചർ ഒരു ദിവസം പറഞ്ഞ് അമീബയുടെ പടം വരയ്ക്കാൻ. ഇവനാണെങ്കിൽ ഏത് സമയം എന്റെ ഓർമ്മയല്ലേ ഉള്ളു. ഇവൻ എന്റെ പടം അങ്ങ് വരച്ചു വെച്ച. മോശം പറയരുതല്ലോ, ചെറിയൊരു ഫിഗർ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. എടി പെണ്ണെ, ഞാൻ എല്ലാം പറഞ്ഞുണ്ടല്ലോ, നിന്നോട് കാണിക്കുന്ന പോലെ ഒന്നുമല്ല. അവൻ എന്റെ അടുത്ത് എങ്ങനെയായിരുന്നു അറിയോ? അവൻ എല്ലാ ആഴ്ചയിലും എനിക്ക് 100 രൂപ വെച്ച് തരുമായിരുന്നു. അവൻ എന്തൊക്കെ ചെയ്താലും ഞാൻ അവനൊന്നും പറയത്തില്ലായിരുന്നു. അവനൊന്നും പിണക്കത്ത് കൂടെ ഇല്ലായിരുന്നു. അതെന്താ അങ്ങനൊക്കെ ചെയ്തിട്ട് നിങ്ങൾ പിണങ്ങാത്തത്? വെറുതെ എന്തിനാ ഒരു സ്ഥിര വരുമാനം കളയുന്നേ? പിന്നെ അവൻ പണ്ട് നന്നായി ക്രിക്കറ്റ് കളിക്കത്തില്ലായിരുന്നോ? അവനെറിയുന്ന എല്ലാ ബോളും ഞാൻ ഓടിപ്പോയി എടുത്തോണ്ട് കൊടുക്കുമായിരുന്നു. ഇങ്ങനൊരു പട്ടി എന്റെ വീട്ടിലുണ്ടായിരുന്നു. എന്താടി പറഞ്ഞത്? നീയല്ല, ഞാനാ പട്ടി. അതെന്നെ പറഞ്ഞത്, നീ തന്നെ പട്ടി. അതന്നെ. എന്റെ പൊന്നു കൊച്ചെ, ഞാൻ ഒരു കാര്യം കൊച്ചിന്റെ അടുത്ത് പറയാം. എനിക്കറിയാം ഇതൊക്കെ പ്രാങ്ക് ആണെന്ന്. അഖിൽ എന്നോട് പ്രത്യേകം പറഞ്ഞായിരുന്നു, എന്റെ ഫ്രണ്ട്സ് ഒക്കെ കല്യാണത്തിന് വരും, പ്രാങ്ക് തരും, സൂക്ഷിച്ചിരുന്നോണ്ട്. അതുകൊണ്ട് എന്റെ അടുത്ത് നിന്നും വില പോകൂല. പ്രാങ്ക്? എടി പെണ്ണെ, നീ ഇങ്ങോട്ട് നോക്കിയേ. എന്റെ അഖിലിന്റെ ആദ്യം തൊട്ടുള്ള അവസാനം വരെയുള്ള ചാറ്റ് മൊത്തം ഉണ്ട്. ഞാൻ ഒരെണ്ണം പോലും ഡിലീറ്റ് ചെയ്തിട്ടില്ല. ഇതെന്തിനാ ഫോണിൽ ഇങ്ങനെ ഇട്ടേക്കണത്? ഇപ്പൊ ഫേസ്ബുക്കിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ടല്ലോ, എന്നേലും വാട്സപ്പിൽ നിന്നും കിട്ടുന്നോർത്ത് വെച്ചേക്കോ. എന്റെ അഖിൽ എന്നെ ചതിച്ച്. എന്റെ അഖില്? നിന്റെ അഖില് ആ മണ്ഡപത്തിലെടുത്തെങ്ങാണ്ടുണ്ട്. പോയി പിടിച്ചോണ്ട് പോ. കാണിച്ചു തരാം, ഞാൻ കാണിച്ചു തരാം. ലൈവ് പോയി എല്ലാത്തിനും ഇപ്പൊ കാണിച്ചു തരാം. ഹലോ ഗൈസ്, ഞാൻ
നിങ്ങളുടെ സ്വന്തം രമ്യ. ഞാനിപ്പോ ഈ ലൈവ് വരുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ എന്റെ കല്യാണം മുടങ്ങും കൈസ്. ഇന്ന് എന്നെ കെട്ടാനിരുന്ന ചെറുക്കൻ അവന് വേറൊരു പെൺകുട്ടിയായിട്ട് ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് നിങ്ങളെ എല്ലാവരും അറിയിക്കണമായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോ ഈ ലൈവ് ഇട്ടു. കലക്കടി മോളെ, നിന്റെ ലൈവ് പൊളിച്ച്. ഈശ്വരാ, എന്റെ പൊന്നു മക്കളെ, നീ എന്തോന്ന് പരിപാടിയാണ് കാണിച്ച ഈ ഫോൺ എടുത്ത്? ആരെല്ലാം കൈയും കാലും പിടിച്ചടി ഒരു ബന്ധം ഞാൻ കൊണ്ടുവന്നത് എല്ലാം തൊലച്ചില്ലേ നീ? അവൻ ആര് കയറി പോവുകയും ചെയ്ത്. ഓ ആകപ്പാടെ വഴക്കായി തോന്നുന്നത്. ഹാപ്പി മാരീഡ് ലൈഫ്. ഇത് നീ പറഞ്ഞ പോലെ നിന്റെ അഖിലായിരുന്നു, എന്റെ അഖിലല്ലടി ഇത്. നീ നിന്റെ അഖില തന്നെ അത്. നിന്റെ അഖില തന്നെ ചേട്ടാ വന്ന് ക്ലൈമാക്സ് പറഞ്ഞോളൂ. നിന്റെ അഖില തന്നെ അത്. അവൻ കാറി കയറി പോയടി. അയ്യോ അപ്പോഴേ അപ്പൊ ഇനിയിപ്പോ എന്തായാലും കല്യാണം മുടങ്ങിയല്ല. അപ്പൊ ഈ പണ്ടൊക്കെ ഇനി തന്നാ എന്റെ കടമൊക്കെ തീർന്നേനെ. ശരി എന്നല്ലേ? ഇനി വന്നാണ് നിന്റെ പണ്ട് ഞാൻ തരണോ ചേട്ടൻ.